പണ്ടോട്ട് ഞാൻ ഭയങ്കര നാടൻ പെങ്കൊച്ച, അങ്ങനെ മോഡേൺ ഡ്രസ് ഇടില്ല, പതിയിടത്തില്ല. അപ്പൊ അങ്ങനെ നടന്ന പെങ്കൊച്ച് പിന്നീട് വന്നിട്ട് ക്ലീവേജ് കാണിക്കുന്നു, സ്ലീവ്ലെസ് ഇടുന്നു. ടീമില് എനിക്കിഷ്ടമാണ് ചെറുതിലോട്ട് എല്ലാവരും ഇടുന്ന കാണുമ്പോ ഒരു കൊതി ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കാണുന്ന ആ കണ്ണിലൂടെ ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതി അതായിരിക്കും. സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രുക്കള്. സ്ത്രീകള് എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വരെ പറഞ്ഞു. ക്ഷമിക്കാണ്ടിരിക്കുക. അതല്ല, നമ്മൾ ഈ എന്തുണ്ടെങ്കിലും ജനങ്ങൾ സത്യാവസ്ഥ അറിയണമല്ലോ. ഞാൻ ആരെയും ബോധിപ്പിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം എന്റെ വീട്ടുകാർക്കും എനിക്കും അറിയാം. കരയല്ലേ. എനിക്ക് പരിചയമുള്ളവര് പോകുമ്പോ ഞാൻ പറയാം നശിത്ത സ്ഥലത്തേക്ക് പോവല്ലേ. അവളുടെയും ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും അവൾ അങ്ങനെ ആയി പോയത്. നല്ലൊരു പെണ്ണാണത്. ഒറ്റണത്തിന് വീട്ടിൽ കൊണ്ടുവരരുന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ അത്രയും ജഡ്ജ് ചെയ്ത് എന്നെ അത്രയും നിലത്തിട്ട് ചവിട്ടാൻ പോകാനുള്ളവരാണെങ്കിൽ പോകും. അങ്ങനെ ഇന്ന പെണ്ണുങ്ങള് പോയാ പോകും എന്നുള്ളൊരു സംഭവം ഇല്ല. മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ ഒക്കെ മമ്മൂക്ക പോയിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തോ? കെട്ടിപ്പിടിച്ചില്ല. അന്നത്തെ മമ്മൂക്കും കുട്ടിക്കളിയൊക്കെ ഉണ്ട്. അത് ഹായ് ഹലോ, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് സീരിയലുകളിലും സിനിമയിലും ഒക്കെയുള്ള നടിയും മോഡലും ഒക്കെ ആയിട്ടുള്ള സോന ഫിലിപ്പാണ്. സോനയെ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഫോട്ടോ വെച്ച്. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം. ഫോട്ടോ വെച്ച് അല്ലേ? അല്ല, അതിലൊരു തിരുത്തുണ്ട്. സൗദിയാണ്. സൗദി വെള്ളക്കല സൗദിയാണ്. സൗദി. അത് അവിടെയാണോ ഷൂട്ട് ചെയ്തത്? അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്നാലും നല്ല മനോഹരമായിട്ടുണ്ടല്ലേ ഫോട്ടോ വെച്ചും സൗദിയൊക്കെ, നല്ല ബീച്ചും ഒക്കെ ആയിട്ട്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയും കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. ഈ ഡ്രസ്സ് റോസ് കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. സ്വന്തം തയ്ക്കുവോ? തയ്ക്കും. ഇപ്പൊ തയ്ക്കാറില്ല, കൊറേ ആയി തയ്ച്ചിട്ട്. ഇതിപ്പോ എനിക്ക് പരിചയമുള്ള സുലു എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്തൊന്ന് തുണിയെടുത്ത് തയ്ച്ചു. ഇനി സിനിമ വിശേഷങ്ങളൊന്ന് പറഞ്ഞു നമുക്ക്. ഞാൻ കേട്ടത് കത്തനാരിൽ ഉണ്ടെന്നാണ്. അതിലൊരു ചെറിയൊരു സീൻ കിട്ടിയായിരുന്നു. മീൻസ് ഒരു ഡാൻസ് ടീച്ചേഴ്സ് ഒരു ടീമുണ്ട് ആ ഒരു ഇതില്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സീക്വൻസ് കിട്ടി. ഒരുപാട് സന്തോഷം ഉണ്ടായി അതിൽ. അപ്പോ നമ്മൾ എത്ര സീനിലുണ്ടാവും? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ തന്നെയാണോ ഇപ്പോഴും? ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആകെ ഒരു സിനിമയിൽ ഇറങ്ങിയുള്ളത് ഇനി ഉത്തരമായിരുന്നു. അതിലൊരു ജേർണലിസ്റ്റ് ആയിട്ടാണ്. അപർണ ബാലമുരളി. അതില് ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു. അതിലെനിക്ക് അപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഡയലോഗ് തന്നതായിരുന്നു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ, ഡയലോഗ് പറയാൻ ടെൻഷൻ, പേടി എല്ലാം ഉണ്ടായി. പഠിച്ചു വെച്ചത് അത് അതേപടി റോൾ, ക്യാമറ, ആക്ഷൻ അത് പറഞ്ഞത് ഞാൻ തീർന്നു. അവരെന്നിട്ടും എനിക്ക് അവസരം തന്നിട്ടോ. ഡയറക്ടർ ഡയലോഗ് പറഞ്ഞായിരുന്നോ? ഇല്ല, എനിക്ക് പറയാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ മാറി ഇരുന്നിട്ട് ഒരു കരച്ചിൽ തുടങ്ങി. അത് 2-3 പേര് മാത്രം കണ്ട് ഞാൻ പേടിച്ച് വിഷമിച്ച് കരഞ്ഞു. അത്ര ആഗ്രഹിച്ചു പോയതായിരുന്നു. ഒരുപാട് വിഷമമായി പോയി അത്. അത്ര ഇരുന്ന് കുറെ നേരം പഠിച്ചു വെച്ചിട്ട് ലാസ്റ്റ് ടൈം ആയിട്ടിപ്പോ ഈ സംഭവം തന്നെ ക്യാമറ റോളിങ് ആക്ഷൻ കേട്ടതും പഠിച്ചത് അതേപടി പോയി. അപ്പൊ ഭയങ്കര ടെൻഷൻ. ഫസ്റ്റ് ടൈം ആണല്ലോ, അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപർണ ബാലമുരളിയൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മിണ്ടിയായിരുന്നു. സെക്കൻഡ് ഒരു ഷെഡ്യൂളിന്റെ രീതി പോയപ്പോ മിണ്ടിയായിരുന്നു. എല്ലാരും നല്ല. അപ്പൊ കത്തനാരില് ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഇപ്പം പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാരും എന്താ പറയാ ബോക്സ് ഓഫീസ് തൂക്കുന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. ജയേട്ടൻ നമ്മൾ കുറേ നാളുകളായി സിനിമയിൽ കണ്ടിട്ട്. അപ്പൊ എവിടെയായിരുന്നു ഷൂട്ടൊക്കെ? എവിടെയായിരുന്നു? എനിക്ക് ഇതിന്റെ ഷൂട്ട് ഉണ്ടായത് കാക്കനാട് വെച്ചായിരുന്നു. അവിടെ ഒരു സെറ്റിലായിരുന്നു. ഫുള്ളൊരു ഗെറ്റപ്പില്. നല്ല രസമായിരുന്നു കേട്ടോ സെറ്റും. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. ഭയങ്കര സന്തോഷം. ജയസൂര്യ കണ്ടായിരുന്നോ? ഓ കണ്ടു, ജയസൂര്യനെ കണ്ടു. പിന്നെ മങ്കിപ്പെള്ള ചെക്കന്റെ പേരെന്താ? സനുഷയുടെ അനിയൻ, അവനെയും കണ്ടായിരുന്നു. അനുഷ്കനെ മാത്രം കണ്ടില്ല, അതിന്റെ വിഷമം കൊണ്ട് എനിക്ക്. അനുഷ്ക ഷെട്ടി ഉണ്ടല്ലോ, അപ്പൊ അനുഷ്കയെ കണ്ടില്ല. അപ്പൊ എനിക്ക് കാണാലോ പ്രൊമോഷനൊക്കെ. അറിയില്ല, വിഷമമല്ല എല്ലാരും ഇങ്ങനെ പറയാൻ മടിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ സീനിൽ അഭിനയിച്ചു, പക്ഷെ ലാസ്റ്റ് ഈ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അങ്ങനത്തെ അതിൽ നല്ല ടെൻഷൻ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ചെയ്തു എന്നുള്ളൊരു സംഭവം ഞാൻ പോസ്റ്റർ എവിടെ ഇടാത്തത്. അറിയില്ലല്ലോ അവര് ഏത് ഭാഗമായിരിക്കും കട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള എന്തൊരു എൻട്രി ആണ് എന്താന്ന് അറിയില്ല. ഒരു സംഭവത്തിൽ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഡാൻസ് ടീമിന്റെ ഒരു ഇതിലിരിക്കുന്ന ഒരു സീനുണ്ട്. ഡയലോഗ് ഉണ്ടോ? ഡയലോഗ്സ് ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത്.
കട്ട് ചെയ്യാതിരിക്കട്ടെ. ജയസൂര്യയുടെ ഈ ഒരു സിനിമ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് അതെ അതെ. ചെയ്തു. എന്നാലും എങ്ങനെയാ കത്തനാരിലേക്ക് വിളിക്കുന്നത്, എങ്ങനെയാ ഒരു സീനിലായാലും? എനിക്ക് ഓർമ്മയില്ല, ഏതോ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ രണ്ടു നേരം കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് നല്ല പരിചയമുള്ള നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവര് വഴിയൊക്കെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഷൂട്ട് എപ്പോഴായിരുന്നു ഈ ഷൂട്ടൊക്കെ തുടങ്ങിയത് ഇതിന്റെ? കൊറേ ആയി കഴിഞ്ഞിട്ട്, 2-3 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഫെബ്രുവരിയിലെങ്ങാണ്ടല്ലേ ഇറങ്ങുന്ന, ജനുവരി? ഡേറ്റിന്റെ അപ്പൊ നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും ആ സിനിമയില് ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സത്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്ര വലിയ സിനിമയിലൊരു ഭാഗമായിട്ടേ നമ്മൾ അതിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതിന്ന് കട്ടായി പോയി എന്ന് പറയുമ്പോൾ ഒരു വിഷമമായിരിക്കും. ആർക്കായാലും ഉണ്ടാവും. ഞാൻ അവരോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും വലിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, എന്റെ സീൻ ഉണ്ടെങ്കിൽ പറയണം, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പോസ്റ്റർ ഇടായിരുന്നു എന്നൊക്കെ ഉള്ള ഇതില് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടിട്ട് ഇനി പറയുള്ളൂ. എന്തായാലും ജയേട്ടനൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ എന്താ പറഞ്ഞേ? നന്നായിട്ട് സംസാരിച്ചോ? മിണ്ടാൻ പറ്റിയില്ല, കുറച്ച് റഷായിട്ടായിരുന്നു നടന്നു വെച്ചത്. സീക്വൻസ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും പിന്നെ VFX ഒക്കെ വെച്ചിട്ട് ആ ഒരു ഇതിലായിരുന്നു എടുത്തത്. അപ്പൊ അതിന്റെ ഒരു ഇതിൽ കാരണം പോയി മിണ്ടാൻ പറ്റില്ല. നോക്കി ചിരിക്കുന്നുണ്ട്, ജാടയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ് എല്ലാവരും പറയും. പിന്നെ ഇനി നമുക്ക് ഇത് ആദ്യം ഇനി ഉത്തരത്തിലാണ് വന്നത്, അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഏതായിരുന്നു? കഴിഞ്ഞ് Experiment 5 എന്നും പറഞ്ഞ ഒരു സോംബി മൂവി, മലയാളത്തിൽ ഫസ്റ്റ് സോംബി മൂവി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. അതില് 2 നായിക, സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു ഞാൻ. പിന്നെ അതിനുശേഷം ഉണ്ടായത് മുറിവ് എന്ന് പറഞ്ഞൊരു മൂവി. അതിലും 2 നായികമാരിൽ 2 നായികമാരിൽ ഒരാളായിട്ട്. അതില് സെക്കൻഡ് ഹീറോയിൻ ഒന്നും ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഹീറോയിൻ2 വിശേഷിപ്പിക്കുന്നില്ല. നായികമാരിൽ ഒരാളായിട്ട്. ഒരു നായിക ആരായിരുന്നു? കൃഷ്ണ പ്രവീണ എന്നും പറഞ്ഞ കുട്ടിയായിരുന്നു. അവളിപ്പോ മോഡലിങ്ങും ലൈഫൊക്കെ ആയിട്ട് ദുബായിലാണ്. അതൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ എത്ര സിനിമകൾ ഇപ്പൊ ചെയ്തു? വേറെ പത്മവ്യൂഹത്തിൽ നിന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്. ഇനിയിപ്പോ ആഘോഷം ഇറങ്ങാനുണ്ട്. ആഘോഷത്തില് നല്ല വേഷമാണ്. ആഘോഷത്തില് നമ്മുടെ നായകന്റെ കസിൻ സിസ്റ്റർ ആയിട്ട് ക്ലൈമാക്സിൽ നല്ലൊരു, എനിക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറച്ച് പെയിനൊക്കെ അനുഭവിച്ച് ചെയ്യാൻ പറ്റിയ ഒരു റോളായിരുന്നു അത്. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു അത് ചെയ്തപ്പോ. നല്ലൊരു ആഘോഷമായിട്ട് കാണുന്നുണ്ട്. ആരൊക്കെയായിരുന്നു ആഘോഷത്തിൽ ഉണ്ടായിരുന്നത്? നരയനാണ് മെയിൻ നായകൻ. പിന്നെ നായിക എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നരയൻ നമ്മള് എന്താ പറയാ, ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ഒരു സുന്ദരൻ നമ്മുടെ എന്റെ കൽവില് അങ്ങനെ ഒരു ക്രഷ് അടിച്ചോ? ഞാൻ ഡബിങ്ങിന് പോയപ്പോ കണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി, ഫോട്ടോ ഒക്കെ എടുത്തു. ആള് ഭയങ്കര ചില്ലായിട്ടാ മിണ്ടി, അങ്ങനെ സെലിബ്രിറ്റി ജാഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആഘോഷത്തിലെ വേഷമാണ്. ഇപ്പൊ നമ്മള് ഒരുപാട് സിനിമകൾ ചെയ്തപ്പോ ഏത് സിനിമയാണ് എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാൻ കിട്ടിയെന്ന് തോന്നിയത്? ആഘോഷം. എനിക്ക് ആഘോഷത്തിൽ കുറച്ച് പെർഫോം ചെയ്യാൻ കിട്ടിയായിരുന്നു. പിന്നെ പറയാന്ന് പറയാ, എപ്പോഴാണ് ആഘോഷം റിലീസ് ആവുന്നത്? ഒന്നെങ്കിൽ ഈ മന്ത് ലാസ്റ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് കൂടുതൽ. അപ്പൊ ഏതൊക്കെ ഈ ആഘോഷവും കൂടാതെ ഏത് സിനിമയാണ്? ഡൊമിനിക് ഉണ്ടായിരുന്നു. ഡൊമിനിക്കില് വിനീതയുടെ വൈഫായിട്ടാണ്. അത് ജസ്റ്റ് ഒരു റോളാണെങ്കിലും ജസ്റ്റ് ഒരു സീനാണെങ്കിലും ഭയങ്കര എന്താ പറയാ, അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ഞാൻ. കാരണം മമ്മൂക്കനെ കാണാൻ പറ്റി, പിന്നെ വിനീതേട്ടനാണെങ്കിലും നമ്മുടെ ഗൗതം മേനോൻ സാറിന്റെ മൂവിയെന്ന് അറിഞ്ഞ് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെറിയ റോളാണെങ്കിലും ഇച്ചിരി സീനുള്ളെങ്കിലും ഞാൻ റെഡി എന്നുള്ള രീതിയിൽ ഞാൻ ഓടിപ്പോയത്. നല്ല ടീം ആവുമ്പോൾ നമ്മള് ചെറിയ റോളായാലും നല്ല ടീംസിന്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വേഷം ജസ്റ്റ് ഇങ്ങനെ നിന്ന് 1-2 ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് പോലും ഇല്ല അവരുടെ മുമ്പിൽ നിന്നാൽ പോലും നമുക്കത് വലിയ സംഭവമാണ്. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ ഞാനപ്പോ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വരാം. ഇതില് യുനൈസ് എന്ന് പറഞ്ഞ എന്റെ മുറിവ് സിനിമയിലെ അസോസിയേറ്റ് ആയിരുന്നു സാർ യുനൈസിക്ക. ഇക്കാണ് എനിക്ക് ഇതിലേക്ക് വിളിച്ചത്. അപ്പൊ ഞാൻ കണ്ടു മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ ഒക്കെ. മമ്മൂക്ക പോയിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തോ? കെട്ടിപ്പിടിച്ചില്ല. അന്നത്തെ ദിവസം എനിക്ക് കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കും വീണ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി ഞാനും കൂടി ഒരു കാരവലിലായിരുന്നേച്ചേ. ചേച്ചി ഓൾറെഡി ടെൻഷനില്ല മമ്മൂക്ക സാറിന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോഴും എന്റെ തൊട്ട് ബാക്കിൽ കൂടി ഇറങ്ങി. അപ്പൊ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കണ്ട. അപ്പൊ ഞാൻ ഓർത്ത് എന്നെ എന്തിനാ നോക്കണേ, എന്താ സംഭവം ഒന്നും പറഞ്ഞ് നോക്കിയപ്പോ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയതും ബാക്കിൽ മമ്മൂക്ക. എനിക്കങ്ങോട്ട് എന്റെ ഹാർട്ട് ബീറ്റ് നിന്നുപോയതാണോ, ഞാൻ സത്യം പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ നടന്ന് തിരിഞ്ഞു നോക്കണോ വേണ്ട പിന്നെ നോക്കണോ
ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാരും എന്റെ കാട്ടയം കണ്ട് ചിരിക്കുക. എന്നിട്ട് നൈസായിട്ട് തിരിഞ്ഞിട്ട് ഹായ് പറഞ്ഞപ്പോ ആള് കൈപ്പൊക്കി പറയാ ഇങ്ങനെ ഓടിക്കളഞ്ഞേ. ആ ഒരു എക്സൈറ്റ്മെന്റ് സത്യം. പിന്നെ എല്ലാരും എന്നെ 2-3 ചേട്ടന്മാരുണ്ട്, അവരുടെ കാരവാനിൽ കത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ഇരുന്ന് എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട് എന്നെ അത് തന്നെ കളിയാക്കുക. മമ്മൂക്കൊക്കെ കുട്ടിക്കളിയൊക്കെ ഉണ്ട്. അതെ, ആളും ഞാൻ എന്റെ അടുത്തും വിനീതന്റെ അടുത്തും മിണ്ടാനൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കൈ കൊടുക്കാനും ചമ്മല്, മിണ്ടാനും ചമ്മല്. വേണോ വേണ്ടേ? ഞാനപ്പോ എന്റെ മോനായിട്ട് അഭിനയിക്കുന്ന ഒരു സെക്കൻഡ് കൂടെ ഉണ്ടായി. ഞാനോട് എന്റെ പച്ചൊന്ന് പോലെട്ടാ, എന്റെ കൈയും കാലും വരക്കുന്നു, എനിക്ക് ടെൻഷനായിട്ട്. എനിക്ക് മമ്മൂക്കാനെ ഫാനാണോന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല. പക്ഷെ എന്റെ അച്ഛൻ ഇപ്പൊ ക്ഷീണിച്ചൊരു ഇതൊക്കെ ആയി. പക്ഷെ എപ്പോഴും എല്ലാരും ചുമ്മാണെങ്കിലും കളിയാക്കും മമ്മൂക്കാനെ പോലെയൊക്കെയാണെന്നൊക്കെ. അച്ഛനെ പണ്ട് നമുക്ക് ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ ചെറുപ്പത്തിൽ അവരെന്തായിരിക്കും ഗ്ലാമർ. അതെ, അപ്പൊ അച്ഛന്റെ മുടിയുടെ ബാക്ക് സൈഡ് കറക്റ്റ് നമ്മുടെ മമ്മൂക്കാന്റെ ഒക്കെ ആ ഒരു സ്റ്റൈലായിരുന്നു. അപ്പൊ എനിക്കും ആ അപ്പനോടുള്ള അതിഷ്ടം മമ്മൂക്കാനോടുണ്ട്. അപ്പൊ എന്റെ സീൻ കഴിഞ്ഞ് കട്ട് പറഞ്ഞതും ഞാൻ ഒരു ക്യാമറമാനോട് അത് ഞാൻ ഇപ്പൊ ഓടിച്ചല്ല, വേഗം ഒരു ക്ലിക്ക് എടുത്ത് എന്നോട്ടാ ഓടിപ്പിടിച്ച എല്ലാത്തിന്റെ ഇടയിൽ കൂടി പോയിട്ട് ഹൈ മമ്മൂക്കാന്നും പറഞ്ഞു നമ്മുടെ ആ രേഖാചിത്രത്തിലെ പോലെ രേഖാചിത്രം ഇക്ക വരെ നെട്ടിപ്പോയിട്ടുണ്ടാവും. ഞാൻ എന്റെ നാട്ടിലെ ഭാഷയിൽ എന്തൊക്കെയോ രീതിയിൽ സ്പീഡിന് സംസാരിച്ച ആള് ചിരിക്കുകയും ചെയ്തു. പലരും പറയുകയും ചെയ്തു മമ്മൂക്ക് അങ്ങനെ ആരുടെയും കൂടി ചിരിച്ചിരുന്ന് ഫോട്ടോ എടുത്ത് കണ്ടിട്ടില്ല എന്ന്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ സന്തോഷം, നമുക്കുള്ള ഇത് കിട്ടിയെന്നുള്ള ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ആ സെറ്റിൽ. എനിക്ക് അത് ഇപ്പോഴും ആലോചിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഗൂസ്ബംസ് ഉണ്ട്. ഗൂസ്ബംസ് ഒന്നും അല്ല, നെഞ്ചിലൊരു ഒരു സന്തോഷം അതിന് വാക്കില്ല. അതെ, വാക്കില്ല. നമുക്ക് എന്താ പറഞ്ഞത്? എന്തേലും പറഞ്ഞു? എന്നോട് വീട് എവിടെയാ, സ്ഥലം ഞാൻ സൗദി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു സൗദി, കൊച്ചിയിലെ സൗദി ആട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ വീട്ടില് അച്ഛനും അമ്മ എല്ലാരും ഉണ്ട്, കഴിഞ്ഞല്ലേ, ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു സംഭവം സംസാരിച്ചത്. പക്ഷെ ആ ഒരു ഫോട്ടോയില് ഒരുപാട് കുശലം പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു സംഭവം ഫോട്ടോ കിട്ടിയപ്പോ. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുത്തു, അഭിനയിച്ചു, മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇനി ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഫോട്ടോ എടുക്കണം ആഗ്രഹമുണ്ട്, ഫോട്ടോ എടുക്കണം, കൂടെ അഭിനയിക്കുകയും വേണം. തുടരും സിനിമയൊക്കെ കണ്ടപ്പോഴും ഇടക്ക് ആലോചിച്ചു പോയി അതിൻ്റെ അകത്ത് എന്തേലും ഒന്ന് മീൻസ് അവരുടെ ആ ഒരു ഫാമിലിയിലകത്തുള്ള ഏതെങ്കിലും ഒരു ആളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചായിരുന്നു. അതിപ്പോ വലിയ സീൻ കിട്ടിയില്ലെങ്കിലും ചെറുതാണെങ്കിലും ചെറുതായാലും നമ്മൾ തൃപ്തിപ്പെടും. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഒരു നല്ല ടീംസിന്റെ കൂടെ ചെറിയതാണെങ്കിലും നമുക്ക് നല്ല കാര്യമാണ്. പിന്നെ അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഡയലോഗ് അഥവാ ഇല്ലേലും അങ്ങനെ ഇപ്പൊ ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഡയലോഗ് ഇല്ലെങ്കിലും നിൽക്കുവോ? വെറുതെ നിൽക്കുന്നതാന്ന് വിചാരിക്കും ഇങ്ങനെ. ആ, കുഴപ്പമില്ല. എന്നാലും ഉള്ളിലൊരു ആഗ്രഹം വരും കേട്ടോ, ഒരു ഡയലോഗ് ചായ വേണോ അല്ലെങ്കിൽ. പക്ഷെ ഇപ്പൊ മമ്മൂക്ക ആയാലും ലാലേട്ടനൊക്കെ ആയാലും ഇങ്ങനെ പ്രായം നോക്കാതെയാണ് നായികമാരൊക്കെ. ലാലേട്ടന്റെ നായികയായിട്ടൊക്കെ കാണാൻ പറ്റട്ടെ. അങ്ങനെയൊന്നുമില്ല, അനിയത്തിയോ മകളോ. അപ്പൊ നായികയാകാൻ കിട്ടിയ പോവില്ല അല്ലേ? പോകും, അങ്ങനെയൊന്നുമില്ല. അല്ല, ഇനി നായികയായിട്ട് എന്റെ പ്രായം കൂട്ടി വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അത് തന്നെ. എന്നാലും പ്രശ്നമില്ല കേട്ടോ, എനിക്ക് എല്ലാരും എന്നെ മൂത്തായിട്ട് കാണാൻ ഇഷ്ടം. ഇപ്പൊ പലർക്കും എനിക്ക് 25, പക്ഷെ പലർക്കും എന്നെ കാണുമ്പോ 27, 28 ആയതുകൊണ്ട് ചേച്ചിന്ന് തന്നെ വിളിക്കുമ്പോ എന്റെ കുടുംബത്തിൽ ആരും എന്നെ ചേച്ചിന്ന് വിളിക്കാറില്ല. അപ്പൊ പുറത്ത് ഔട്ട് ഓഫ് ഫാഷൻ എനിക്കിഷ്ട ആ ഒരു ബഹുമാനം തരുന്ന സംഭവല്ലേ. ഔട്ട് ഓഫ് ഫാഷൻ ആണ്, പക്ഷെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പിങ്ങും വാടാ ബന്ധമല്ലേ നല്ലേ. പക്ഷെ അങ്ങനെ എനിക്കായിട്ടുള്ളൊരു കംഫോർട്ട് സ്പേസ് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ്. അതല്ലാതെ വെറുതെ ഇപ്പൊ പരിചയപ്പെട്ട ഉടനെ ആള് തന്നെ എടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. എടീന്ന് വിളിക്കുമ്പോ എല്ലാവർക്കും പെട്ടെന്ന് അധികം ഇഷ്ടപ്പെടാറില്ല. എനിക്ക് അത് ഒരുപാട് കമ്പനി ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളവർ എടോന്ന് വിളിച്ചാൽ എനിക്കിഷ്ടമാണ്. അതല്ലാതെ ഇപ്പൊ ജസ്റ്റ് പരിചയപ്പെട്ടുള്ളൂ, അടുത്ത സെക്കൻഡ് എടി ഇങ്ങോട്ട് വന്നേ, എനിക്കത് ഇഷ്ടമല്ല. എന്നെ എടീന്ന് വിളിക്കല്ല, എന്റെ പേര് വിളിച്ചോന്ന് പറയും. ചിലര് വിചാരിക്കും ഓ ജാട സെലിബ്രിറ്റി മറ്റേ മറിച്ച്. അയ്യേ, ഞാനൊന്നുമല്ല, ഞാനും നിങ്ങളെ പോലെ മനുഷ്യരാ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയെങ്കിൽ ആ ഒരു ചെറിയൊരു. അത് ശരിയാ, ബഹുമാനം വേണമല്ലോ. എന്നുവെച്ചാൽ കൊച്ചിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ഒന്ന് പറയാനുള്ളത്? നല്ല സപ്പോർട്ടീവ് ആണോ? പിന്നെ എല്ലാരും പൊളിയല്ലേ. കൊച്ചിക്കാരും പൊളിയല്ലേ, പൊളി വൈബാ. പിന്നെ നമ്മള് ബിഗ് ബോസ് പോയ ഉനിയിൽ ഇവിടെയാണല്ലോ. അതെ, പക്ഷെ ഞാൻ ചേട്ടൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയാണെന്നാ ഇവിടത്തെ ആളാന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് ഒനിയിലേട്ടൻ ഇവിടെയാണോ. പിന്നെ ചേട്ടൻ സ്ലാങ് വന്നപ്പോ ഓഫ് സെറ്റ്, നമ്മുടെ സ്ലാങ്ങിന് പറ്റിയ ആൾക്കാരൊക്കെ വന്ന് എവിടെയാണ് പോണേണോ നീ കൊച്ചിയിൽ 2 ഡയലോഗ് എന്ന് പറഞ്ഞേ. അയ്യോ, അങ്ങനെയൊക്കെ കൊച്ചി ഭാഷ ആകെ എല്ലാരും കളിയാക്കണത്. എന്താണ് പോണേണോ, അങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങനെയൊക്കെ.
രസമായിട്ട് കൊച്ചി എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും. ഇതാണ്. പക്ഷെ എനിക്ക് എല്ലാരും ഇങ്ങനെ കളിയാക്കുന്നോണ്ട് ഞാൻ കാണുമ്പോ ഇടക്ക് ചിലര് വിചാരിക്കും ഭയങ്കര ജാടാ ബോൾഡ്. പക്ഷെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആട്ടോ. എനിക്ക് ചെറിയ കാര്യം മതി വിഷമിക്കും. ഞാനത് ഇടക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോ മനസ്സിലാവും വിഷമ സ്റ്റാറ്റസ് ഒക്കെ. ചില സമയത്ത് ഞാൻ ഇടാതിരിക്കും. ഞാൻ ഇടുമ്പോ തന്നെ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പൊട്ടി നീ ഇടല്ലേ ഡിലീറ്റ് ആക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ഇടക്ക് വെറുതെ കണ്ടപ്പോ ഇട്ടതാണ്. ഞാനിപ്പോ ഈ മൂഡിലൊന്നുമല്ല, ചുമ്മാ. അപ്പൊ ഇല്ലേ നമ്മൾ ഈ വിഷമമൊക്കെ ആയിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒറ്റക്ക് പോയിരിക്കും ഒരു സമാധാനം കിട്ടും. അങ്ങനെ കൊച്ചിക്കായലിൽ ഇരിക്കുമ്പോഴാണോ സമാധാനം? കൊച്ചിക്കായലില് ഞാൻ ഇടക്ക് പോയിരിക്കും. അവിടെ ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് ആ സമയത്ത് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇടക്ക് ഇറിറ്റേഷൻ ഒക്കെ ആവും. ചിലരൊന്നും മിണ്ടാനും പരിചയപ്പെടാനൊക്കെ വരുമല്ലോ. അപ്പൊ ചില സമയത്ത് ഇഷ്ടമാണ്, ചില ടൈമില് നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. പിന്നെ കൂടുതലും ഞാൻ ക്യൂൻസ്വേയിൽ പോയിരിക്കാറുണ്ട്. അവിടെ സ്ഥിരം എന്നെ എല്ലാരും പറയുന്നത് സ്ഥിരം അവിടെയാന്ന്. അതിനു മുമ്പ് ലുലുമാളായിരുന്നു. അപ്പൊ പറയാം എന്റെ തറവാട് അതാന്ന്. ക്യൂൻസ് വാഗ്വേല് ഈ കമിതാക്കള് പോകുന്ന ഒരു ഇടവാന്ന് കേട്ടിട്ടുണ്ട് അധികം. അതല്ല, രാത്രിയായ ക്യൂൻസ് വാഗ്വേ അവിടെ വേറൊരു പീസാട്ടോ. അവിടെ പോയി ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് അവിടെ ഭയങ്കര പീസ്ഫുള്ളാ. ഞാൻ ജസ്റ്റ് ആ കായലിൽ നോക്കി. ദൂരമുണ്ട്, പക്ഷെ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂട്ടറിന് തന്നെ ഈ തുള്ളിച്ചാടി നടക്കത്തുള്ളൂ. അപ്പൊ അതിഷ്ടമുള്ളതുകൊണ്ട് സമയമൊന്നും ഇടക്ക് നോക്കില്ല. വീട്ടിൽ തന്നെ അവിടെ കുറയും. ചേട്ടൻ നോക്ക ലേറ്റ് നൈറ്റ് ഒക്കെ കയറുന്നതിന് എന്റെ വീട്ടുകാരെന്നാ ഓടിക്കും. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് ചില്ല് ചെയ്യണം എന്നുള്ളത്. എന്റെ വീട്ടുകാരും എല്ലാരും കുറച്ച് ഒതുങ്ങി സൈലന്റ്. പ്രാർത്ഥനയും പള്ളിയായിട്ട് നടക്കുന്നതാണ്. പള്ളിയില്ല, പ്രാർത്ഥനയുണ്ട്. പള്ളിയില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതെന്താ? അത് വീട്ടില് അമ്മേനോട് ചോദിച്ചാൽ പോലെ എന്നോട് ചോദിക്കല്ലേ. എന്നാലും വിശ്വാസിയാണല്ലോ. എപ്പോഴെങ്കിലും യേശുദേവന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ പള്ളിയിൽ? ഇല്ല, ഞങ്ങക്ക് പള്ളി അങ്ങനെ ഇല്ലല്ലോ. നമുക്കിപ്പോ ബൈബിൾ എടുത്ത് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. നമുക്ക് അങ്ങനെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ പെന്തക്കോസ്ത് അല്ല, ഇസ്രായേൽ ജനതയാണ്. അത് കൂടുതലായിട്ട് അപ്പനോട് ചോദിച്ചാൽ മതി. ചേട്ടനുമാണ് അത്. അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല, ഞാൻ അതിലേക്ക് അങ്ങനെ ഇൻവോൾവ് അധികം പ്രാർത്ഥിക്കാറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പ്രാർത്ഥിക്കും. പക്ഷെ അവര് ഇതാവുന്ന രീതിയിലും അവര് ചെയ്യുന്ന രീതികൾ പോലെ ഒന്നും ഞാൻ നിൽക്കാറില്ല. കാരണം ഇപ്പൊ 7th ഡേ ശനിയാഴ്ചയാണ് വീട്ടിൽ പ്രയർ. അതും വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ അവർ ആ ഒരു ദൈവത്തോടുള്ള ഒരു അടുപ്പത്തിലായിരിക്കും. ഫോൺ എടുക്കില്ല, TV കാണില്ല, എല്ലാം. എന്നുവെച്ചാൽ 6 ദിവസം പണിയെടുത്തിട്ട് 7ാം ദിവസം വിശ്രമം. അതെ, സെയിം അതാണ് അവർ ചെയ്യുന്നത്. പിന്നെ 6 മണിക്ക് ശേഷമുള്ള പിറ്റേ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ 6 മണി തൊട്ട് പിറ്റേ ദിവസം 6:30 വരെ വീട്ടിൽ പണിയൊന്നും എടുക്കില്ല. ആ ടൈമിന് മുമ്പ് എല്ലാ പണിയും ക്ലീൻ ചെയ്ത് വെച്ച് ഫുഡൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിനായിട്ട് ഒരുങ്ങി നിൽക്കും. പ്രേയറിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? വീട്ടുകാര് ചീത്ത പറയാറില്ല? പറയാറുണ്ട് അമ്മ. പറഞ്ഞ കേക്കൂലെന്നറിയോ. അപ്പൊ ഇപ്പം ഇങ്ങനെ നമ്മള് അഭിനയം അതുപോലെ മോഡലിംഗ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അപ്പനും അമ്മക്കും കുഴപ്പമുണ്ടാവില്ല? ഇങ്ങനെ ഇത്രയും വിശ്വാസികളായിട്ടുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടാവുമ്പോ അതൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ? ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയത് മോഡലിംഗ് ആയിരുന്നു. ഒരുപാട് വള്ളി കിട്ടിയപ്പോ സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നിരുന്നു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ വഴി തന്നെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് കോണ്ടാക്ട് കിട്ടി. അങ്ങനെ സിനിമയിലേക്ക് കയറി. ഒട്ടും താല്പര്യമില്ല. അമ്മക്കും ചേട്ടനും അപ്പനും വലിയ ഇഷ്ടമൊന്നും അല്ല. പക്ഷെ സ്ക്രീനിൽ കണ്ടു തുടങ്ങിയപ്പോ അപ്പന്റെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടു. ഇഷ്ടമാണ്. പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച് എല്ലാരും പറയുന്ന ഒരു ഇത് കേട്ടിട്ട് പേടിയായിട്ടാണ്. ഒരു മോശപ്പേര് സ്ത്രീകൾക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞു പരത്തുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയാൽ പെൺകുട്ടികൾ പോയാൽ വഴിതെറ്റി പോകും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കും. പോകാനുള്ളവരാണെങ്കിൽ പോകും. അങ്ങനെ ഇന്ന പെണ്ണുങ്ങള് പോയാ പോകും എന്നുള്ളൊരു സംഭവം ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മൾ അവരൊന്നും പറഞ്ഞിട്ടും കാര്യം. ഈ മോഡലിംഗില് എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഒരിക്കൽ, മോഡലിംഗിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് മോഡലിംഗിൽ വന്നപ്പോ അനുഭവിച്ച വിഷമങ്ങളൊക്കെ? നമുക്ക് മോഡലിംഗിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിയെ ആ ഒരു ടീംസിനോട് നടന്നിട നമുക്ക് ഓരോ സാധനങ്ങൾ കംഫോർട്ട് ആവും. ഡ്രസ്സിങ്ങില് കംഫോർട്ട് ആവും, ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ കംഫോർട്ട് ആവും. അപ്പൊ ആ കംഫോർട്ടിൽ ഞാനിപ്പോ പണ്ടോട്ട് ഞാൻ ഭയങ്കര നാടൻ പെങ്കൊച്ച, അങ്ങനെ മോഡേൺ ഡ്രസ് ഇടില്ല, ജീൻസ് പോലും അധികം ഇടത്തില്ല. അപ്പൊ അങ്ങനെ നടന്ന പെങ്കൊച്ച് പിന്നീട് വന്നിട്ട് ക്ലീവേജ് കാണിക്കുന്നു, സ്ലീവ്ലെസ് ഇടുന്നു. അതൊക്കെ ഒന്നും വീട്ടുകാർക്കും എന്റെ അടുത്തുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ആ ടൈമില് എനിക്കിഷ്ടമാണ് ചെറുതിലോട്ട് എല്ലാവരും ഇടുന്ന കാണുമ്പോൾ ഒരു കൊതി ഉണ്ടായിരുന്നു. അപ്പോ
നമുക്ക് കൂട്ട് കിട്ടണ പോലെ ഇരിക്കും നമ്മളുടെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ. അതെ, സൗഹൃദം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മളെയും ജഡ്ജ് ചെയ്യുക. അതെ അതെ. പക്ഷെ എന്റെ കുറച്ച് ചോയ്സ് ചെയ്ത സൗഹൃദം എല്ലാം തെറ്റായി പോയി. ഇപ്പൊ ഞാൻ വിവരിച്ചു പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എനിക്കിപ്പോ ഇതിന്റെ കമന്റിൽ തന്നെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കെതിരെ എന്തായാലും അവര് മെസ്സേജ് അയച്ച് വരും. കാരണം അത്രയും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ. പക്ഷെ എനിക്ക് അവരോട് ഇപ്പോഴും ശത്രുതയോ ദേഷ്യമോ ഒന്നും ഇല്ല. എന്തിനാ എന്നെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണേന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രൊഫഷണലി ആണോ ബുദ്ധിമുട്ടിക്കുന്നത്? എങ്ങനെയാ? പ്രൊഫഷണലി ഇപ്പൊ നല്ലോണം ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പ്രൊഫഷണൽ ആൾക്കാരോട് നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കാണുന്ന ആക്കണ്ണിലൂടെ ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതി അതായിരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പോഴും എന്റെ അടുത്ത് മിണ്ടി സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് അറിയാം ഞാൻ എങ്ങനെയാന്ന്. ഇങ്ങനെ ഒരാള് പറഞ്ഞിട്ട് നമ്മളെ ജഡ്ജ് ചെയ്ത് അതേ രീതിയിൽ പെരുമാറാൻ വരരുതല്ലോ. അപ്പൊ അത് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഉറ്റ സുഹൃത്തുക്കള് തന്നെയാണോ ശരിക്കും പറഞ്ഞ? അതെ, ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സുകൾ ആരെ ഞാൻ എടുത്തു പറയും. സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകളാണ്. സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രുക്കള്. സ്ത്രീകളെ ശത്രുക്കള് തന്നെയാണ്. അത് സ്ത്രീകളെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ലക്കാണ്. നല്ലൊരു സ്ത്രീ ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ഭയങ്കര ഭാഗ്യം ചെയ്യണം. പക്ഷെ അത് എനിക്ക് എന്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ സ്കൂളിൽ പഠിച്ച എന്റെ 5 ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. മെർലിൻ, ടെസ്ന, റെമി, സോന. ഞാനും കൂട്ടി 5 സോന. ഞങ്ങൾ 2 സോനമാരാണ്. അപ്പോ എനിക്ക് അവര് ഇപ്പോഴും ഉണ്ട് അവിടെ സേഫ് ആയിട്ട്. എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അവർക്ക് എന്നെ അറിയാം. ഇപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ വായി നോക്കും. നമുക്ക് കണ്ണുള്ളത് എന്തിനാ? ഒരാളുടെ ഭംഗി ആസ്വദിക്കാൻ. നമ്മളെല്ലാം ആസ്വദിക്കും, വായി നോക്കും. ഞാൻ ആരും ഒന്നും മിണ്ടിയാലും ഞാൻ മിണ്ടും. എനിക്കങ്ങനെ ജാടാണിച്ചടക്കാനോ അല്ലെങ്കിൽ അറിയാത്ത ആളാണെന്നോ അങ്ങനെയൊന്നും ഞാൻ കാണിക്കാറില്ല. ചെറുതിലോട്ടെ എനിക്കൊന്നും എന്റെ വീട്ടില് ഇച്ചിരി ബഗിളിയായിട്ട് നടക്കുന്ന ഞാൻ മാത്രമാണ്. കാരണം ചേട്ടനും ചേച്ചിയും ഭയങ്കര സൈലന്റ്. ഞാൻ മാത്രമുള്ള കുറച്ച് എൻജോയ്മെന്റും അടിച്ചുപൊളിയും ഇഷ്ടമുള്ള ആള്. അപ്പോ എന്റെ ആ ഫ്രണ്ട്സിന് തന്നെ അറിയാം. എന്റെ അപ്പനും അമ്മക്കും അറിയാം. എന്റെ ചേട്ടനും അറിയാം. ചേച്ചിക്ക് അങ്ങനെ എല്ലാവർക്കും ഒരു തന്നെ അറിയാം. മെയിനായിട്ട് എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, എന്റെ 2-3 ഫ്രണ്ട്സ് എന്നെ ഫുള്ളായിട്ട് അറിയാം. പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ അത്രയും ജഡ്ജ് ചെയ്ത് എന്നെ അത്രയും നിലത്തിട്ട് ചവിട്ടാൻ പാകത്തിന് എന്നെ കുറെ മോശം പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ കടന്ന് കുറച്ചോണ്ടിരിക്കണേ? ഈ എന്താ പട്ടികൾ കുറച്ചോണ്ടിരിക്കണം. നമ്മള് വായിൽ എത്ര കയറ്റിയാലും നിർത്തത്തില്ല. ചെയ്യട്ടെ. എന്റെ ചേട്ടനും പറഞ്ഞു, എന്റെ സ്വന്തം ചേട്ടൻ പറഞ്ഞു, നീ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്തോരം സിനിമ നടികൾ ഓരോ ആൾക്കാർ ഇതുപോലെ അപവാദങ്ങൾ പറഞ്ഞ് സഹിക്കുന്നു. ഇങ്ങനെ ഓരോ ചാനലിലും എല്ലാം പറയും. നീ അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. നീ എന്താണെന്ന് ഞങ്ങൾക്കും നിനക്കും അറിയാം. നീ എന്ത് തെറ്റാണോ എന്താ ചെയ്യുന്നത് നിനക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന കുറച്ചുകൊണ്ടിരിക്കണവരെയൊന്നും മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വലിയ വകവെക്കാറില്ല. എനിക്ക് കുറച്ച് സഹിക്കട്ടപ്പോ ഞാൻ കേസിനൊക്കെ പോയായിരുന്നു. അത് ഒതുക്കി തീർത്തിട്ട് ഇപ്പോ അത് വേറെ രീതിയിലാണ് പലരോടും പറഞ്ഞു നടക്കുന്നത്. ഞാൻ കാരണം ഞാൻ പേടിച്ചിട്ട് ഒതുങ്ങി എന്നുള്ള സംഭവമൊക്കെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫഷണലിയും തകർക്കാൻ നോക്കി സോഷ്യൽ മീഡിയ വഴിയൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടും. മീഡിയ വഴി എനിക്ക് ഒരു മീഡിയയിലൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ ലാസ്റ്റ് സൈബർ സെല്ലിൽ പോയിട്ട് പോലീസുകാരെ കണ്ടിട്ട് പറഞ്ഞിട്ടാണ്. കാരണം അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇതുപോലൊരു ന്യൂസ് കൊടുക്കും. അതല്ലാതെ നമ്മൾ ചെയ്യാത്ത വർക്ക് നമ്മളെ കൊണ്ട് നമ്മളിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിനെ അങ്ങനെ വേദനിപ്പിച്ച് ഇപ്പൊ എങ്ങനെയൊക്കെയാ കടിച്ചു പിടിച്ച് സംസാരിക്കാ, കൂടുതൽ കുത്തിച്ചടിച്ച്. അല്ല, എന്റെ മനസ്സിനെ അത്രയും വേദനിപ്പിച്ച് എന്തായിരുന്നു ഒരു വാർത്ത? ഈ ദുഷ്പേരിങ്ങനെ അങ്ങനെ നടക്കുന്നു, അങ്ങനെയാണോ? എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വരെ പറഞ്ഞു. അവരും ഞാൻ മോശമാണെന്ന് പറയാനുള്ളത് അവരുടെ തൊഴില, അവർക്ക് ജീവിത അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്നാലും നമ്മളെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. എന്തൊക്കെ നമ്മളെ അതല്ലല്ലോ പ്രൊഫഷൻ. വിഷമിക്കാണ്ടിരിക്കുക. അതല്ല, നമ്മൾ ഈ എന്തുണ്ടെങ്കിലും ഈ ജനങ്ങൾ സത്യാവസ്ഥ അറിയണമല്ലോ. അതുകൊണ്ടാണ് ജനങ്ങളെ അറിയണം. അങ്ങനെ ആരെയും ബോധിപ്പിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം എന്റെ വീട്ടുകാർക്ക് എനിക്ക് അറിയാം. കരയല്ലേ സോറി അതല്ല എന്ന് വെച്ചാൽ അങ്ങനെ അതിനെതിരെയാണോ കേസ് കൊടുത്തത്? അതെ, എനിക്ക് ആ രീതിയിലായിരുന്നു ന്യൂസ് കൊടുത്തത്. ഒരു ഓൺലൈൻ ചാനലില് എന്റെ ഫോട്ടോ വരെ കൊടുത്തു. പക്ഷെ അത് ആർക്കും മനസ്സിലാവാത്തൊരു ഫോട്ടോ ആയതുകൊണ്ട് അപ്പൊ തന്നെ കൊണ്ട് റിമൂവ് ചെയ്യിച്ചായിരുന്നു. ഞാൻ തോന്നുന്നു ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയായിരുന്നു. എന്നോട് ഇതൊന്നും പറയരുതെന്നാ പറഞ്ഞു. അതല്ല, ഇനിയിപ്പൊ ഇതും പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുമായിരിക്കും. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒറ്റക്ക് ജീവിക്കുന്നു. അവര് പ്രൊഫഷന് വേണ്ടി ഇങ്ങനെ എല്ലാം തിരിച്ചിങ്ങനെ പ്രൊഫഷന് വേണ്ടി പാഷന് വേണ്ടി നിൽക്കുന്നു. അപ്പൊ അവരിങ്ങനെ തകർക്കാൻ നോക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്നുവെച്ചാൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്കും അതാണ് പറയാനുള്ളത്. ഞാൻ സ്ത്രീ ആയിട്ട് പോലും ഞാൻ അവരുടെ കുടുംബം തകർക്കാൻ ചെന്നു. എനിക്ക് നുണ പറയാൻ അറിയില്ല. ഞാൻ എന്തുണ്ടെങ്കിലും മൊത്തത്തിൽ പറഞ്ഞു പോകും. ഓപ്പണാണ് ഞാൻ.
ഒന്നും ഒളിച്ചു വെക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞാലും അത് അവര് തിരിച്ച് വേറെ രീതിയിലാക്കും. ഇപ്പൊ നമ്മുടെ അവസ്ഥ പറഞ്ഞാലും ഉപ്പും മുളകും ചേർത്ത് അവര് പറയുന്ന വേറെ രീതിയായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ തെറ്റിദ്ധാരണ പലർക്കും എത്തിയിട്ടുണ്ട്. മോഡലിംഗ് അങ്ങനെ വെറുത്തു പോയായിരുന്നല്ലേ? നല്ല രീതിക്ക് എനിക്ക് പരിചയമുള്ളവര് പോകുമ്പോ ഞാൻ പറയാം നശിച്ച സ്ഥലത്തേക്ക് പോവല്ലേ എന്ന്. നല്ല ആൾക്കാരുടെ അടുത്ത് എത്തിയത് നല്ലതാ. പിന്നെ പോയവരോട് ഞാൻ പറയും കൂട്ടുപിടിക്കരുത്, ഒറ്റണത്തിന്റെയും കൂട്ടുപിടിക്കരുത്. നല്ല പിള്ളേരുണ്ട്, പിള്ളേരില്ലാന്ന് പറയുന്നത് നല്ലവരുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാവില്ല. മോഡലിംഗ് ഉള്ളവരെല്ലാരും മത്സരിച്ചാ നിക്കുന്നത്. കാരണം എങ്ങനെ മറ്റുള്ളവരെ തകർക്കാം, നമ്മളേലും മുമ്പിലെത്തണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ അവളെ എങ്ങനെയും തകർക്കണം. തകർക്കണം. എന്നുവെച്ചാൽ അവർ എന്ത് പറഞ്ഞിട്ടും ഒരു സ്ത്രീയെ അവർക്ക് നിരക്കാത്ത രീതിയിൽ അവർ ചെയ്യാത്തൊരു തൊഴിൽ പോലും പറഞ്ഞിട്ട് അവരെ അടിച്ച് താഴെ ഇടുക, അങ്ങനെ വിജയിക്കുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് രീതിയിൽ ഫെയിമാ നടക്കണവര് അങ്ങനെ തന്നെ നടക്കുള്ളൂ. അതില് എന്താ പറയാ, പെണ്ണാണെന്നോ വീട്ടില് ആൾക്കാരുണ്ടെന്നോ ഒരു നാണക്കേടൊന്നും ഇല്ലാത്ത കുറെ പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര ചെവിയില് നല്ലത് ഊതി കൊടുത്താലും ഒരു പ്രയോജനവും ഇല്ല. ഞാൻ അവരെന്നെ അത്രയും പറഞ്ഞെങ്കിലും അവരുടെ കൂടെ നിന്നപ്പോ ഞാൻ എങ്ങനെയാ നിന്നത്, ഞാൻ എങ്ങനെയാ അവരുടെ കൂടെ നടന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ പറഞ്ഞടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ വിഷമം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണോ ചെയ്തത്? അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആ ടൈമിൽ അവരെന്റെ കൂടെ ഉണ്ടായി. കാരണം ഞാൻ ഏത് കൂട്ടുകാരുടെ കൂടെ നടന്നാലും അവരുടെ കൂടെ ഞാൻ എന്തൊക്കെ ചെയ്യണ്ടോ ഞാൻ അമ്മനോട് എല്ലാം പറഞ്ഞിരിക്കും. ഒരു കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് മറച്ചു വെക്കില്ല, അത് എന്ത് കാര്യമാണെങ്കിലും. കാരണം ഇപ്പൊ ഇവരെന്നെ ഇതാക്കി കഴിഞ്ഞാൽ എന്റെ കാര്യം അറിയാൻ ഒരാള് വേണം. ചെറുതിലെ മുതലേ ഇപ്പൊ അച്ഛനോടൊക്കെ ഞാൻ പതിയെ പറയുള്ളൂ. പക്ഷെ അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ അടുത്താണ് ഇനി പൊട്ടി പോകുന്നത് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഫാമിലി എനിക്ക് കിട്ടിയേക്കുന്നത്. എല്ലാത്തിനും സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ മോഡലിംഗ് രംഗത്തൊക്കെ ഒരാള് പറയാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ പതിയെ നിർത്തി. അതുകൊണ്ട് മോഡലെന്ന് ആര് എന്നെ ഇതാക്കി പറഞ്ഞാലും ഞാൻ പറയും സോറി, ഞാൻ മോഡലല്ല, ഞാനിപ്പോ ആർട്ടിസ്റ്റ് ആണ്, എന്നെ മോഡലായിട്ട് പറയണ്ട എന്നുള്ള രീതിയിൽ. ആ അനുഭവങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു വലിയ മോഡൽ ആയേനെ അല്ലേ? എനിക്കിപ്പോ മോഡലിംഗ് ഞാൻ എനിക്ക് റാംബോക്ക് പോലും ഞാൻ അത്ര പ്രതീക്ഷിച്ചതല്ല. ആ ഒരു കൂട്ടുകാരത്തി എന്നെ തള്ളിക്കൊണ്ടുപോയി. അപ്പോഴും എനിക്ക് അതിലും കടങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. കാരണം പൈസ ഇല്ലാന്നിട്ട് കടം മേടിച്ച് ചെയ്ത പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ കുറച്ച് കടം കൂടുതലും എല്ലാം ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റക്ക് മാറി താമസിച്ചപ്പോ വീട്ടിൽ നിന്ന് മാറിയായിരുന്നു ഞാൻ. അങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് തന്റെ ഇടത്തോടെ മാറി നിക്കാം, ഒറ്റക്കുള്ള ജീവിതം കൂടി നോക്കാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി റെന്റിന് പോയി താമസിച്ചു. അപ്പൊ കിട്ടിയ കൂട്ടുകാരിയായിരുന്നു അത്. പക്ഷെ അത് ഒരു എട്ടിന്റെ പണിയായിരുന്നു ആ കൂട്ടുകാരി. ഞാൻ പറയട്ടെ, അവളുടെയും ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും അവൾ അങ്ങനെ ആയി പോയത്. നല്ലൊരു പെണ്ണാണത്. പക്ഷെ അത് എങ്ങനെ ഈ രീതിയിലേക്ക് പോണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവളും നല്ലൊരു സ്ത്രീ. സാഹചര്യങ്ങളായിരിക്കും മനുഷ്യനെ ചിലപ്പോ അങ്ങനെ ആക്കുന്നത്. പക്ഷെ അങ്ങനെ കുശുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും പറയാൻ പറ്റില്ല. പലർക്കും അസൂയയും കുശുമ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരെ മോശക്കാരാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും ആരോടും ദേഷ്യ വെറുപ്പൊന്നും ഇല്ല. പക്ഷെ എന്റെ മുമ്പിൽ എന്നെ ഇതാക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല മറുപടിയും പറയും. ഏത് രീതിയിലേക്ക് പോകണോ ആ രീതിക്ക് ഞാൻ പോവുകയും ചെയ്യും. അസൂയയും കുശുമ്പും മൂത്ത ഒരാളെ എങ്ങനെയാലും തകർത്ത് തരിപ്പണാക്കണം, അതാണ് ആൾക്കാരുടെ ചിന്ത. അപ്പോ ശരിക്കും പറഞ്ഞാ ഇപ്പൊ ഈശ്വരൻ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മള് കർമ്മയുണ്ടല്ലോ, തിരിച്ചു കിട്ടുമല്ലോ. ഒരിക്കലും സോന അങ്ങനെ അത് ചെയ്യാത്തത് കൊണ്ട് സോനക്ക് ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാത്തത് കൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് വരില്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആരെയും ഞാൻ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ പൈസ കൊണ്ടല്ലെങ്കിലും നമുക്കിപ്പോ കൂടെ താമസിക്കുമ്പോ എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ വീട് ക്ലീൻ ചെയ്യലും ഫുഡ് ഉണ്ടാക്കലും, അതല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അവരുടെ ഒരു വിഷമത്തിൽ കൂടെ നിൽക്കാം. അവർക്ക് ജസ്റ്റ് മൈൻഡ് ഓഫ് ആണ്, പുറത്തേക്ക് പോകണമെങ്കിൽ അവരെയും കൂട്ടി അവരേക്ക് അവിടെയൊക്കെ പോകാം. ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലക്ക് പിടിച്ച ആളാണ് ഞാൻ. എന്റെ വീട്ടുകാർ എന്നെ എപ്പോഴും വഴക്ക് പറയണ ആ ഒരു കാര്യത്തിലാണ്. ഇപ്പൊ നോക്കിയാലും ഫ്രണ്ട്സിനെയും തലയെ പൊക്കി പിടിച്ചിട്ട് നടക്കും. അതിൽ എനിക്ക് കിട്ടണോണ്ടാണ് വീട്ടുകാർക്ക് അത്രയും ഇഷ്ടക്കേടും ദേഷ്യവും ഉള്ളത്. ഒരിടക്ക് ഒറ്റണത്തിന് വീട്ടിൽ കൊണ്ടുവരരുന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനും ചൂസ് ചെയ്യാൻ തുടങ്ങി. എന്നെ വില തരാത്തവരെ ഞാൻ കൂടെ നിർത്താറില്ല. നമുക്കൊരു സെൽഫ് റെസ്പെക്ട്. എന്നാലും ഞാൻ കണ്ടാ മിണ്ടോട്ടാ. എനിക്ക് അങ്ങനെ നിർത്തിയാലും എന്റെ ഉള്ളിലെ എല്ലാരോടും സ്നേഹ. അല്ല, അത് കുറച്ച് ഇപ്പൊ ഇത്രയും ശുദ്ധമായിട്ടുള്ള മനസ്സുണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരത് എനിക്ക് എന്റെ ഒരു ഇതിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ എന്റെ അത് തന്നെയാണ്. കാരണം എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും, എല്ലാരെയും ഒരുപാട് സ്നേഹിക്കും, എല്ലാരും ഒരുപാട് സ്നേഹിക്കും, എല്ലാരെയും തലയെ പൊക്കി വെച്ചിട്ട് നടക്കും.
എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. എന്തിനും ലാസ്റ്റ് അവര് പണിയും തരും. തരും. അവര് നല്ലവരായി അത് തിരിച്ച് എന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മോശക്കാരിയായി.